ഞാൻ വിശ്വസിക്കുന്നത് സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. ഞാൻ കുറേ അധികം സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. ആൻഡ് ഐ ലൈക്ക് ടു ഡ്രീം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വപ്നങ്ങൾ. അത് നടക്കുമോ നടക്കില്ലയോ അതിനെപ്പറ്റി ഞാൻ ബോധവല്ല. അതിപ്പോ നടന്നാലും ഞാൻ ഹാപ്പി ആയിട്ട്, നടന്നില്ലെങ്കിൽ എനിക്ക് അതിൽ ഇത്ര വിഷമം ഉണ്ടാവില്ല. ആളുകളെ കണ്ടിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർക്കുന്നത്. അങ്ങനെയുള്ള അങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊരിക്കലും അവരെ പോലെ ആവാൻ പറ്റില്ല. ദ മൊമെന്റ് ഐ ഫീൽ എന്റെ ലൈഫിൽ ഞാൻ സ്വപ്നം കാണുന്നില്ല, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഞാനൊരു എയിമില്ല, അങ്ങനെ എനിക്കൊരു ആഗ്രഹമില്ലാത്തൊരു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് ലൈഫ് ഫീൽ ചെയ്യാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ഒന്നെന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ തന്നെ. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കും. സ്വപ്നങ്ങൾ കാണും, അതിലേക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ആൻഡ് സം പോയിന്റ് യു ബിലീവ് ദാറ്റ് ഇതൊന്നും എനിക്ക് നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ വിശ്വസിക്കും ഇതെനിക്കൊന്നും പറ്റിയതല്ല, ഇതെനിക്ക് കിട്ടില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ചില സ്വപ്നങ്ങൾ, ചെറുതോ വലുതോ, ചില സ്വപ്നങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അത് ആ ഒരു ടൈമിലാവണം എന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ടോട്ടലി മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു പോയിന്റിൽ ഇതിനെപ്പറ്റി ആലോചിച്ച് 10 ദിവസം കൊണ്ട് 2 ആഗ്രഹം നടന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും ഇത് നടന്നില്ലെങ്കിൽ ഞാനൊരു പോയിന്റിൽ ആഗ്രഹിച്ചു, ഒരു പോയിന്റിൽ വിട്ടോളൂ. പോയിന്റ് ഓഫ് മൈ ലൈഫ് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ് ഇപ്പൊ ഇവിടെ നടന്നത് എന്ന് എനിക്ക് ആലോചിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയ ഒരു മൊമെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്കിങ്ങനെ പണ്ട് എഴുതിയിടുന്ന സ്വഭാവം ഉണ്ടാകും. ഇത് ബോക്സ് ഉണ്ട് എന്റെ. ആ ബോക്സിൽ ഞാൻ എവിടെയൊക്കെ പോകണം, എനിക്ക് എന്തൊക്കെ വേണം, ഇതൊക്കെ ഞാനൊരു എന്റെ ഗോള് അല്ലെങ്കിൽ എന്റെ അംബീഷൻസ്, എനിക്ക് ട്രാവൽ ചെയ്യാൻ കൂടുതൽ അതിൽ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടത് ഒരു ചെറിയ പേപ്പറിൽ എഴുതിയിട്ട് മടക്കി ആ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ചെയ്യാൻ തുടങ്ങുക. അത് ഞാൻ ഈയിടെ ഒന്ന് അടുക്കി പറ്റിയപ്പോൾ ഞാൻ ആ ബോക്സ് തുറന്നു. എനിക്ക് അതിൽ ഞാൻ ഓരോന്ന് വായിക്കാൻ തുടങ്ങി. അതിലൊരു പേപ്പറിൽ ഞാൻ കണ്ടു സ്റ്റാർട്ട് യുവർ ഓൺ യൂട്യൂബ് ചാനൽ. 4 വർഷം പിന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്റെ ലൈഫിൽ അത് സംഭവിച്ചു. ഞാൻ പോലും അറിയാതെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ള ചരിത്ര യൂട്യൂബ് ചാനൽ തുടങ്ങി, വീഡിയോസ് എല്ലാം തുടങ്ങി. അങ്ങനെ ഇപ്പോഴും എന്റെ ലൈഫിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ സമയത്ത് തുടങ്ങാം എന്നുള്ളത്. അത് അറിഞ്ഞോ അറിയാതെയോ എന്റെ ലൈഫിൽ സംഭവിച്ചു. ആ ഒരു മൊമെന്റിലാണ് ശരിക്കും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ലൈഫിൽ ഇതുപോലെ എത്ര സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ ആ ഒരു കുട്ടികൾ നടക്കണമെന്നില്ല, ചിലപ്പോൾ അതിനടുപ്പിച്ചൊന്നും നടക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ പോലും ആഗ്രഹിക്കാതിരിക്കുന്ന സമയത്ത്, നമ്മൾ പോലും ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിലേക്ക് വന്ന് ചെയ്യും. ആൻഡ് ദർ ഇസ് എ പോയിന്റ്, നിങ്ങൾക്ക് വിശ്വസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് തന്നെ എത്തും. പോസ് ഫോർ എ സെക്കൻഡ് ആൻഡ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ പണ്ട് കണ്ട സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിക്കുക. ആ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന പണ്ട് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവാം, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോയിന്റിൽ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയും. ആൻഡ് ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാവും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു എന്താ പറയുക ഔട്ട്കം. നിങ്ങളുടെ ഡ്രീം നിങ്ങൾ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ഔട്ട്കം ആണോ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ ആ ഒരു ഔട്ട്കമിനെക്കാട്ടിലും ആ ഒരു ഹാപ്പിനെസിനെക്കാട്ടിലും വലുതായി നമ്മൾ അറിയാതെ സാധിച്ച് കടന്നു പോയ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളൊരു പോയിന്റിൽ തിരിഞ്ഞു നോക്കിയിട്ട് ഇതെന്റെ ലൈഫിൽ സംഭവിച്ചു, ഐ ഷുഡ് ബി കെയർഫുൾ എന്ന് നമുക്ക് തന്നെ തോന്നും.